മനോഹയുടെ ഭാര്യ വയലിൽ ഇരിക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, നിനക്കൊരു മകൻ ജനിക്കും എന്നൊരു വാഗ്ദത്തം നൽകി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ഭാഗമെല്ലാം ചിന്തിച്ചതാണ്. അപ്പോൾ ദൂതൻ പറയുകയാണ്, നീ വളരെയധികം സൂക്ഷിക്കണം. അമ്മ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൂതൻ പറഞ്ഞു, മകൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, മകനെ വളർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. കുഞ്ഞ് ജനിക്കുമ്പോൾ അവനെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെ ആചരിക്കണമെന്ന് മനോഹ ദൂതനോട് ചോദിക്കുന്നു. ദൂതൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്ത് കൊണ്ടുവരാം, അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൂതൻ വെയിറ്റ് ചെയ്തു. അവര് കൊണ്ടുവന്ന നിവേദനം ദൂതൻ സ്വീകരിച്ചു. ദൂതൻ അപ്രത്യക്ഷനായി. മനോഹ ഭയപ്പെട്ടു. ദൈവത്തിന്റെ ദൂതനെ കണ്ടതുകൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ടു. അപ്പോൾ ആ സഹോദരി ബലപ്പെടുത്തി, അങ്ങനെ നമ്മളെ കൊല്ലാനായിരുന്നു ദൈവത്തിന് പ്ലാനെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം ഇപ്പൊ നമ്മളോട് പറയില്ലായിരുന്നു. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമുക്കൊന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന് ദൂതൻ പറഞ്ഞ അരുളപ്പാടുകൾ നിവൃത്തിയാകും എന്ന് പറഞ്ഞ് അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചനുസരിച്ച് ശിംശോൻ ജനിക്കുവാനിടയായി. അവനെ ദൈവകൃപയിൽ വളർത്തി. അവന്റെ ചെറുപ്പം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. അവൻ അതിശക്തനായി തീർന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ദൈവം അവരെ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വേണ്ട നിലയിൽ ദൈവം അവന് കൊടുത്ത നിയോഗം പൂർത്തിയാക്കുവാൻ ശിംശോന് കഴിഞ്ഞില്ല. അതിന്റെ കാരണം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചു. എന്നാൽ അത്യാവശ്യമായിട്ട് പറയേണ്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അതോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. വിശേഷവിധിയായ ഒരു വ്രതമാണ് നാസിർ വ്രതമെന്ന് പറയുന്നത്. ശിംശോൻ ജീവപര്യന്തം ദൈവത്തിന് നാസിർ ആയിരിക്കണം എന്നാണ് ദൂതൻ അവന്റെ മാതാപിതാക്കളോട് കൽപ്പിച്ചത്. അതുകൊണ്ട് നാസിർ വ്രതക്കാരനായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ശിംശോൻ ചെറിയ ചെറിയ തെറ്റുകളിലൂടെ വലിയ തെറ്റുകളിലേക്ക് വഴുതി വീണു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുകയുണ്ടായി, മുന്തിരിങ്ങ തിന്നാൻ വ്യവസ്ഥയില്ലാത്തവൻ, വീഞ്ഞു കുടിക്കാൻ പാടില്ലാത്തവൻ, അവൻ മുന്തിരിത്തോട്ടത്തിൽ കൂടെ പോയത് കൊണ്ട് അവൻ പറയാം, ഞാൻ മുന്തിരിങ്ങ കഴിച്ചില്ല, മുന്തിരിത്തോട്ടത്തിൽ കൂടെ പോയതേ ഉള്ളൂ. പക്ഷെ ഒരു ബാലസിംഹം അലറിക്കൊണ്ട് വന്നു, അവൻ അതിനെ ഒരാട്ടിൻകുട്ടിയെ പോലെ കൊന്നുകളഞ്ഞു. അപ്പോൾ അവൻ ശവത്താൽ അശുദ്ധനായി. അടുത്ത നിയമം തെറ്റിച്ചു. നാസിർ വ്രതം ഒരുത്തൻ അനുഷ്ഠിക്കുമ്പോൾ അവൻ ശവത്താൽ അശുദ്ധനാകാൻ പാടില്ല. അവൻ തന്റെ തലമുടി വളർത്തണം. തലമുടി പിച്ചിപ്പറിക്കാൻ പാടില്ല. ദുഃഖം വരുമ്പോൾ തലമുടി പിച്ചിപ്പറിക്കുന്ന രീതി അവരുടെ ഇടയിലൊക്കെ ഉണ്ട്, അത് പാടില്ല. അവൻ വസ്ത്രം, ദുഃഖം വരുമ്പോൾ, വിഷമം വരുമ്പോൾ വസ്ത്രം വലിച്ചു കീറാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള വിശേഷമായ ചില നിർദ്ദേശങ്ങൾ അവന് നൽകിയിട്ടുണ്ട്. നാസിർ വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് സംഖ്യാപുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. നമ്പേഴ്സ് ചാപ്റ്റർ 6 വേഴ്സസ് ഫ്രം ദ ബിഗിനിങ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? അവിടെ നാസിർ വ്രതത്തെ കുറിച്ച് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1-ാം വാക്യം മുതൽ.
യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ മിസ്രയേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസിർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം വീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിക്കണം. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. തന്റെ നസീർ വ്രത കാലത്തൊക്കെയും ഉരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും അവൻ തിന്നരുത്. നാസിർ വ്രത കാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം. തലമുടി വളർത്തണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെ ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. മതി മതി മതി. ഇത് നിങ്ങൾ വീട്ടിൽ ബാക്കി പിന്നീട് വായിച്ചാൽ മതി. നാസീർ വ്രതം ആചരിക്കുന്ന വ്യക്തി അനുഷ്ഠിക്കേണ്ട വസ്തുതകൾ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു വ്യക്തി കുറെ കാലത്തേക്ക് വേണമെങ്കിൽ നാസീർ വ്രതം അനുഷ്ഠിക്കാം. സാധാരണ ചിലർ നാസീർ വ്രതം അനുഷ്ഠിക്കുന്നത് 7 വർഷത്തേക്ക്, ചിലപ്പോൾ 14 വർഷത്തേക്ക്, അല്ലെങ്കിൽ 21 വർഷം, അല്ലെങ്കിൽ 47 വർഷം, അങ്ങനെ 7ന്റെ ഗുണിതങ്ങളായിട്ടാണ് നാസീർ വ്രതം ആചരിക്കാറുള്ളത്. ചിലർ 7 ദിവസത്തേക്ക് നാസീർ വ്രതം ആഘോഷിക്കും, ചിലർ 21 ദിവസത്തേക്ക് ആഘോഷിക്കും. അത് നാസീർ വ്രതം ആചരിക്കുന്ന കാലത്ത് വളരെ ശ്രദ്ധയോടുകൂടെ വേണം അത് ചെയ്യാൻ. അതിനോടുള്ള ബന്ധത്തിലാണ് നോയമ്പ് പല സഭകളിലും ആചരിക്കുന്നത്. ദൈവമക്കളായ നമ്മൾ ഉപവാസം അതിനുവേണ്ടി അനുഷ്ഠിക്കാറുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകമായ ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി നാം വ്രതം അനുഷ്ഠിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ അവന്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വ്രതസ്ഥനാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, വിശുദ്ധന്മാരും വ്രതന്മാരുമായവർക്ക് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ ഒരു നാസീർ വ്രതക്കാരനായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ കൂടെ 50 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം നാസീർ വ്രതക്കാരായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത് പ്രത്യേകമായ നാസീർ വ്രതം അനുഷ്ഠിക്കുന്ന ധാരാളം വ്രതന്മാരുണ്ടായിരുന്നു. അങ്ങനെ വ്രതന്മാരായവരെ പ്രത്യേകം ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരും ദൈവത്തിന്റെ വ്രതന്മാരാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം സമർപ്പിച്ച അന്ന് മുതൽ വിശേഷ വിധി ആചരിക്കുന്നവരാണ്. ശേഷം മനുഷ്യർ കഴിക്കുന്നത് പോലെ എല്ലാം കഴിക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. എല്ലാ പാനീയവും കുടിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. ശേഷം മനുഷ്യർ ചെയ്യുന്നത് പോലെ എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ നമുക്ക് വ്യവസ്ഥയില്ല. നാം ദൈവസന്നിധിയിൽ വ്രതമനുഷ്ഠിക്കുന്ന വിശുദ്ധരാണെന്നുള്ളത് മറന്നു പോകരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ കൂടെ വായിച്ചു നോക്കിയാട്ടെ. 2 Corinthians chapter 6 verses 16 and 17. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ശിംശോന്റെ അമ്മയോട് ദൈവത്തിന്റെ ദൂതൻ അത് തന്നെയാണ് പറഞ്ഞത്. അശുദ്ധമായതൊന്നും തുടരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നീ ഒരു വ്രതസ്ഥയാണ്. നിന്റെ ഉള്ളിൽ നീക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ജീവപര്യന്തം ദൈവത്തിന് നാസീറായിരിക്കണം.
അവനെ ആ നിലയിലാണ് വളർത്തിയത്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ശിംശോൻ ഫെലിസ്ത്യരെ ഇല്ലായ്മ ചെയ്യുവാൻ, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ പ്രത്യേകമായ നിയോഗം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവനെ അങ്ങനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തിമ്നയിലുള്ള ഒരു പെൺകുട്ടിയെ അവന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് ദൈവോദ്ദേശമായിരുന്നു. ഒരു ഫെലിസ്ത്യ കന്യകയായിരുന്നു. ആ ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിപ്പാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കുകയായിരുന്നു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിച്ചു. അതുകൊണ്ട് ശിംശോന്റെ മാതാപിതാക്കൾ അതിനെ അനുകൂലിച്ചു. ഇനിയും യഹൂദ ചരിത്രമനുസരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. അസ്കലോൻ രാജാവായിരുന്ന റംസിയുടെ സഹോദരിയുടെ മകളെയാണ് ശിംശോൻ ആദ്യം വിവാഹം കഴിച്ചത്. അത് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ചുറ്റിലുമുണ്ടായിരുന്ന 5 പട്ടണങ്ങളാണ് ഫെലിസ്ത്യരുടെ പട്ടണങ്ങളായിട്ട് അന്ന് അറിയപ്പെട്ടിരുന്നത്. എസ്കലോൻ, ഗസ, ഗത്ത്, അസ്തോദ്, എക്രോൻ. ഈ 5 പട്ടണങ്ങളാണ് ഫെലിസ്ത്യ പട്ടണങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഈ 5 പട്ടണങ്ങളിലും ദാഗോൻ എന്ന് പറയുന്ന ദേവനെയാണ് അവർ ആരാധിച്ചിരുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ എക്രോനിലെ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയാണ് വെച്ചത്. രാവിലെ എണീറ്റപ്പോൾ ദാഗോൻ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ കവിണ് വീണ് കിടക്കുന്നതാണ് കണ്ടത്. അവരെടുത്ത് നിവർത്തി വെച്ചു. അടുത്ത ദിവസം ദാഗോന്റെ വിഗ്രഹം താഴെ വീണ് കൈയൊക്കെ ഒടിഞ്ഞ് വേർപെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഭയപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ ദാഗോനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ പാർക്കുന്നത്. ഗസയിലെ രാജാവിന്റെ പേര് ബർദാഗോൻ എന്നായിരുന്നു. ഇപ്പോഴും നമ്മൾ അവിടെ ചെന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട പേരുകളാണ് റംസി, എർദോഗൻ തുടങ്ങിയ പേരുകൾ അവിടുത്തെ പ്രധാനപ്പെട്ട പേരുകളാണ്. ബർദാഗോൻ എന്ന് പറഞ്ഞാൽ ദാഗോന്റെ മകൻ എന്നാണ് അർത്ഥം. അപ്പം ദാഗോന്റെ മകനായിട്ട്, ദാഗോന്റെ സഹോദരനായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവിടുത്തെ പ്രഭുക്കന്മാരും പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ. അതുകൊണ്ട് അവരുടെ പേരുകളൊക്കെ ആ നിലയിലായിരുന്നു. റംസിയുടെ സഹോദരിയുടെ മകളായിരുന്നു ശിംശോൻ വിവാഹം കഴിച്ച പെൺകുട്ടി തിമ്നയില്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവന്റെ വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തെ വിരുന്നുണ്ടായിരുന്നു. അവരുടെ നാട്ടിലെ രീതി അനുസരിച്ച്, ഇസ്രായേൽ മക്കളുടെ ഇടയിലെ രീതി അനുസരിച്ചും 7 ദിവസമാണ് വിവാഹ വിരുന്ന്. ഈ 7 ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും അവരോട് ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെ അവിടെ ചെല്ലാം, അവരോട് സഹകരിക്കാം, അവിടെ ചെന്ന് സമ്മാനങ്ങളൊക്കെ കൊടുക്കാം, അവരുടെ പാർട്ടിയിലൊക്കെ പങ്കെടുക്കാം, സന്തോഷിക്കാം. അങ്ങനെ ഈ 7 ദിവസത്തെ വിരുന്ന് നടക്കുമ്പോൾ ശിംശോനെ കൂടെ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുവാനൊക്കെ ആയിട്ട് 30 യൗവനക്കാരെ അവരവിടെ ക്രമീകരിച്ചു. കാരണം ഇവർ വലിയ കുടുംബക്കാരാണ്, രാജകുടുംബത്തിൽപ്പെട്ടവരാണ്. അവരോട് ശിംശോൻ ഒരു കടം പറഞ്ഞു. കടം പറഞ്ഞത് ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന്, ആ കടം എന്താണെന്ന് പറയണം. അവർക്കത് കടം വീട്ടാൻ കഴിയാതെ വന്നപ്പോൾ ശിംശോന്റെ ഭാര്യയോട് അവർ പറഞ്ഞു, നീ ശിംശോനോട് ചോദിച്ച് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ഞങ്ങളോട് പറയണം, ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തിലുള്ളവരെയും ഞങ്ങള് തീയിട്ട് ചുട്ടുകളെ. അങ്ങനെ ശിംശോന്റെ അടുത്ത് അവള് കരഞ്ഞ് അവനോട് ചോദിച്ച് അതിന്റെ അർത്ഥം അവൻ പറഞ്ഞു കൊടുത്തു. സിംഹത്തെക്കാൾ ബലമുള്ളതെന്ത്, തേനിനേക്കാൾ മധുരമുള്ളതെന്ത്. അവള് കൂട്ടുകാരോട് അതിന്റെ അർത്ഥം പറഞ്ഞു.
വീഞ്ഞു വിരുന്നിന്റെ അവസാന ദിവസം അവര് ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം കൊടുക്കേണ്ടതായിട്ട് വന്നു. 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും കൊടുക്കാമെന്നാണ് ശിംശോൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരണമെന്ന് പറഞ്ഞു. ഉള്ളങ്കി എന്ന് പറയുന്നത് സാധാരണ അവർ ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ നാട്ടിലെ മുണ്ട് പോലെ, കൈലി മുണ്ട് പോലെ അവര് ചുറ്റി ഉടുത്ത് വാലിട്ട് ഉടുക്കുന്ന, നോർത്ത് ഇന്ത്യക്കാർ ഉടുക്കുന്ന പോലെ ഉടുക്കും. അതാണ് വസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഉള്ളങ്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പുറത്തൊരു ജാക്കറ്റ് ഇടും. അതാണ് വിശേഷ വസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശിംശോൻ പോയി എസ്കലോനിൽ ചെന്ന് 30 പട്ടാളക്കാരെ കൊന്നിട്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന 30 പേരെ കൊന്നിട്ട് അവരുടെ ഉള്ളങ്കിയും വിശേഷ വസ്ത്രവും എടുത്തുകൊണ്ട് വന്ന് അവരുടെ കടം വീട്ടി അവരോട് പറഞ്ഞതനുസരിച്ച് വസ്ത്രം കൊടുത്തു. എന്നാൽ അപ്പോൾ തന്നെ അവരെല്ലാം ഭയപ്പെട്ടു. ഈ ഫെലിസ്ത്യരെല്ലാം ഭയപ്പെടുവാൻ ഇടയായി തീർന്നു. ഇവൻ ഇത്ര ശക്തനാണോ? അത്രമാത്രം ശക്തനായിട്ടുള്ള ശിംശോനെ ഭയപ്പെട്ടതുകൊണ്ട് ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുന്നത് ഫെലിസ്ത്യർ നിർത്തിവെച്ചു. ഫെലിസ്ത്യ ദേശത്തു നിന്നും ഇസ്രായേലിലോട്ട് ആരും വരാതെയായി, ശിംശോനോടുള്ള ഭയം കൊണ്ട്. മാത്രമല്ല, ശിംശോൻ സിംഹത്തെ കൊന്ന കഥയൊക്കെ ശിംശോന്റെ ഭാര്യ പറഞ്ഞിരുന്നതനുസരിച്ച് രാജാവിനും അവന്റെ ആൾക്കാർക്കും ഒക്കെ ഭയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ചില നാളുകൾ കഴിഞ്ഞ് ശിംശോന്റെ ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഫെലിസ്ത്യര് അവരെ തീയിട്ട് ചുട്ടുകളഞ്ഞു. ശിംശോൻ ആ ദേഷ്യത്തിന് ഫെലിസ്ത്യർക്കെതിരായിട്ട് ഒരു പദ്ധതി ഒരുക്കി. അവൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് കൂട്ടിക്കെട്ടി, ഈ 2 വാലുകളുടെ ഇടയ്ക്ക് ഒരു പന്തം വെച്ച് കെട്ടി തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളയിലേക്ക് വിട്ടു. ഇവിടെ 300 കുറുക്കന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്, അത് എവിടെ ചെന്ന ഇവ 300 കുറുക്കന്മാരെ പിടിച്ചതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇത് ഫോക്സ് ഫോഴ്സ് ആണ്, പട്ടാളക്കാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ഉള്ളങ്കി അവർ ധരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മുണ്ട ആണ്. അത് ചുറ്റി ഉടുത്ത് വാലിട്ടാണ് ഉടുക്കുന്നത്. അതാണ് വാലോട് വാല് കൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 300 പട്ടാളക്കാര് അവര് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരുന്ന 300 പട്ടാളക്കാര് ഈ 2 പേരെ വീതം അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടി പന്തം വെച്ച് കത്തിച്ച് ഫെലിസ്ത്യരുടെ വിളയിലേക്ക് വിട്ടു. ശിംശോനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ്. അവനെന്ത് പറഞ്ഞാലും ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് നിൽക്കും. കാരണം അവൻ കൈകൊണ്ടും തട്ടിയാൽ തന്നെ ആളുകൾ ചത്തുപോകും. അങ്ങനെ ശക്തനായ ശിംശോൻ അവൻ 300 പേരെ പിടിച്ച് ഫോഴ്സിനെ പിടിച്ചിട്ട് തീ കൊളുത്തി വിളയിലേക്ക് വിട്ടു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുണ്ട് ടൈഗർ ഫോഴ്സ്, ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ഫോഴ്സുകളുണ്ട്, വാനരസേനയൊക്കെ ഉണ്ട്. അതൊക്കെ ആ കുരങ്ങന്മാരെന്നല്ല, അങ്ങനെയുള്ള പട്ടാള സമൂഹമാണ്. ബ്ലാക്ക് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത പൂച്ച എന്നല്ല. അപ്പൊ അവര് ഒരു പ്രത്യേക വിങ്ങാണ്, സൈന്യത്തിന്റെ വിങ്ങാണ്. ഇതുപോലെ ഉള്ള ഫോഴ്സിനെ പിടിച്ചിട്ടാണ് കൂട്ടിക്കെട്ടി 2 പേരെ വീതം കൂട്ടിച്ചേർത്ത് കെട്ടിയിട്ട് പന്തം വെച്ച് കത്തിച്ച് വിളയിലേക്ക് വിട്ട് അവരും കത്തി നശിക്കും. അങ്ങനെയൊക്കെ ശിംശോൻ ചെയ്തത്. അപ്പോൾ ആളുകൾക്കെല്ലാം ഭയങ്കര ഭയമായി, ഫെലിസ്ത്യർക്ക് ഭയമായി. അത് നിമിത്തം 20 വർഷക്കാലം ദേശത്തിന് സ്വസ്ഥതയുണ്ടായി. ഫെലിസ്ത്യര് ഇസ്രായേൽ ദേശത്തോട്ട് വരാത്തില്ല, ഭയപ്പെട്ടു. ഒരു ദിവസം ശിംശോനെ പിടിക്കാൻ വേണ്ടി അവർ ചെന്നു കഴിഞ്ഞപ്പോൾ പട്ടണവാതിൽ അടച്ചപ്പോൾ ശിംശോൻ രാത്രി ചെന്ന് പട്ടണത്തിന്റെ ഗേറ്റ്, അതിന്റെ കട്ടിള ഉൾപ്പെടെ ഇളക്കിയെടുത്തോണ്ട് അവൻ വെളിയിൽ പോയി. അവൻ
ചെയ്ത ക്രൂരതയ്ക്ക് അവനെ പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞ് അവൻ ഏതാം പാറയുടെ അവിടെ താമസിക്കുമ്പോൾ അവനെ പിടിക്കുവാൻ വേണ്ടി ഫെലിസ്ത്യർ ചെന്നപ്പോൾ ഇസ്രായേൽ മക്കൾ തന്നെ അവനെ പിടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഫെലിസ്ത്യർ വന്ന് അവരോട് ശല്യം ചെയ്യുക. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലത്തില്ലെന്ന് സത്യം ചെയ്യണം. നിങ്ങൾ എന്നെ പിടിച്ചു കെട്ടി അവരുടെ കൊടുത്തു, കുഴപ്പമില്ല. അങ്ങനെ പിടിച്ചു കെട്ടി അവരുടെ കൊടുത്തു. പുതിയ 2 കയറുകൊണ്ട് അവനെ കെട്ടി. ഫെലിസ്ത്യർ അവനെ പിടിച്ചു. ഫെലിസ്ത്യർ പിടിച്ചപ്പോൾ അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ പൊട്ടിപ്പോയി. ആളുകളെല്ലാം ഭയപ്പെട്ട് ഓടുവാനിടയായി തീർന്നു. മാത്രമല്ല, ഒരു കഴുതയുടെ താടിയല് കൊണ്ട് 1000 പേരെ കൊല്ലുവാനിടയായി. അത്രമാത്രം ശക്തനായിരുന്നു. അങ്ങനെ മനുഷ്യരെല്ലാം ശിംശോനെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. എന്നാൽ ശിംശോന്റെ ജീവിതത്തിൽ അടുത്ത വലിയ പരാജയം സംഭവിച്ചത്, അങ്ങനെ ഒരു 20 വർഷം ഫെലിസ്ത്യര് ഇസ്രായേൽ മക്കളുടെ അടുത്ത് വരാതെ ദേശത്തിന് സ്വസ്ഥതയുണ്ട്. എന്നാൽ ദലീല എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ ശിംശോൻ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ ഭാര്യ മരിച്ചുപോയി. എന്നാൽ ദലീലയുടെ അടുത്തവൻ പോയി അവളുമായിട്ട് സ്നേഹമായി. ദലീലയുടെ അടുത്ത് ശിംശോൻ ചെന്നെന്നറിഞ്ഞുകൊണ്ട് ഫെലിസ്ത്യര് ദലീലയോട് പറഞ്ഞു, നീ അവനെ പിടിച്ചു കെട്ടിത്തരണം. ഞങ്ങൾ നിനക്ക് ഓരോരുത്തരും 1100 വെള്ളിപ്പണം വീതം തരാം എന്ന് പറഞ്ഞു. എന്താണ് ഈ 1100 വെള്ളിപ്പണം എന്ന് പറയുന്നത്? കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. 1100 വെള്ളിപ്പണം കൂടുമ്പോൾ 1 താലന്താകും, ഏകദേശം 50 കിലോ വെള്ളി. അതാണ് 1100 വെള്ളിപ്പണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1100 വെള്ളിപ്പണം വീതം ഓരോരുത്തരും കൊടുക്കാമെന്ന് പറഞ്ഞു. അവള് ശിംശോനോട് ചോദിച്ചു, നിന്റെ ശക്തി എങ്ങനെയാണ്, എന്താണ് വിവരങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, പുതിയ 7 ഞാണ് കൊണ്ടുവന്ന് എന്നെ ബന്ധിച്ചാൽ എന്റെ ശക്തി ക്ഷയിക്കും. അവര് ഞാണ് കൊണ്ടുവന്ന് കെട്ടി. ഫെലിസ്ത്യരെല്ലാം കൂടെ ചെന്നു ശിംശോനെ പിടിക്കാൻ ചെന്നപ്പോൾ ആ ഞാണെല്ലാം ചണനൂൽ പോലെ പൊട്ടിപ്പോയി. അവൾ പറഞ്ഞു, നീ എന്നെ ചതിച്ചു, സത്യം എന്നോട് പറഞ്ഞില്ല, സത്യം പറ, നിന്റെ ശക്തി എന്താണ്? അവൻ പറഞ്ഞു, ഇതുവരെ ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ടുവന്ന് കെട്ടുകയാണെങ്കിൽ എന്റെ ശക്തി ക്ഷയിക്കുമെന്ന് പറഞ്ഞു. അവള് പുതിയ കയറുകൊണ്ട് ശിംശോനെ ബന്ധിച്ചു, ഫെലിസ്ത്യരെ ഏൽപ്പിച്ചു. ഫെലിസ്ത്യർ വന്നപ്പോൾ അവനൊന്ന് കുടഞ്ഞപ്പെടുത്താൻ ആ കയറെല്ലാം പൊട്ടിപ്പോയി. എല്ലാവരും ഭയപ്പെട്ട് ഓടുവാനിടയായിത്തു. 3-ാം പ്രാവശ്യം അവള് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്റെ മുടി പാവിൽ ചേർത്ത് നെയ്ത് കെട്ടിയാൽ എന്റെ ശക്തി ക്ഷയിക്കുമെന്ന് പറഞ്ഞു. അവന്റെ തലയിലെ 7 ജടകൾ നൂൽപ്പാവിൽ ചേർത്ത് നെയ്ത് തറയിൽ കുറ്റിയടിച്ച് തറച്ചു വെച്ചു. അവനെ വിളിച്ചുണർത്തിയപ്പോൾ അവൻ ചാടി എണീറ്റപ്പോൾ അതെല്ലാം പറഞ്ഞുപോയി. അവസാനം ദലീല അവനെ അസഹ്യപ്പെടുത്തി. നീ എന്നോട് സ്നേഹമൊന്നുമില്ല, വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞ് അവൻ ആകപ്പാടെ മാനസികമായ വിഭ്രാന്തിയില്. എന്നിട്ട് അവൻ തുറന്നു പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാണ്, ഞാൻ നാസിർ വ്രതക്കാരനാണ്. എൻ്റെ തലയിൽ ഇന്ന് വരെ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല, മുടി മുറിച്ചിട്ടില്ല. എൻ്റെ മുടി മുറിച്ചാൽ, ഈ ജടകൾ മുറിച്ചു കളഞ്ഞാൽ എൻ്റെ ശക്തി ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യനെ പോലെ ആകുമെന്ന് പറഞ്ഞു. ഈ 3 പ്രാവശ്യം അവൾ ഇവനെ വഞ്ചിക്കാൻ ശ്രമിച്ചിട്ടും ഇവന് അവളുടെ കെണിയിൽ വീഴുവാൻ ഇടയായിത്തു. സൂക്ഷിച്ചു മാറാമായിരുന്നു. പക്ഷേ അവസാനം അവൻ പറഞ്ഞു കൊടുത്തു. അവൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവന്റെ തലയിലെ മുടികൾ കത്രിച്ചു. ശേഷം മനുഷ്യനെ പോലെ ശക്തിയില്ലാത്തവനായി തീർന്നു. ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മുമ്പിലത്തെ പോലെ കുടഞ്ഞു കളയാം എന്ന് വിചാരിച്ച് അവൻ ശ്രമിച്ചു. ഒന്നും നടന്നില്ല, കാരണം അവന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. ഫെലിസ്ത്യർ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ചെമ്പ് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു. അവനെ കൊണ്ടുപോയി
കാരാഗൃഹത്തിലിട്ടു. എന്നാൽ അങ്ങനെ കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ട് ശിംശോൻ കിടക്കുന്ന സമയത്ത് അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിൽ ഭയങ്കര ഉത്സവം നടക്കുകയാണ്. അപ്പോഴാണ് പ്രഭുക്കന്മാരും ഒക്കെ പറയുക, ശിംശോനെ കൊണ്ടുപോവാ, കണ്ണ് കാണത്തില്ലല്ലോ, അവൻ നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെ. ശിംശോനെ കൊണ്ടുവന്നു, ചങ്ങലയിട്ടാ കൊണ്ടുവന്ന്. എന്നിട്ടും ശിംശോനോടെ വന്നു കഴിഞ്ഞപ്പോൾ ശിംശോൻ ആ വലിയ ക്ഷേത്രം നിൽക്കുന്നത് 2 നടുന്തൂണുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലായിട്ട് നിന്നുകൊണ്ട് ചരിത്രം നമുക്കറിയാം, അവൻ 2 കൈകൊണ്ടും 2 തൂണിലും പിടിച്ച് ശക്തമായിട്ട് തള്ളി. അവൻ പറഞ്ഞത്, ഈ ഫെലിസ്ത്യരോടുകൂടെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളി. ക്ഷേത്രം അവരുടെ മുകളിലേക്ക് വീണു. 3000 ആളുകൾ അവിടെ ഉണ്ടായിരുന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 31 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. അവരുടെ മേൽ വീണു, അവരെല്ലാം മരിച്ചു. ശിംശോനും മരിച്ചു. ശിംശോന്റെ സഹോദരങ്ങളൊക്കെ വന്ന് അവനെ എടുത്തോണ്ട് പോയി പിന്നീട് അടക്കം ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, അവൻ 2ാമത് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നോട് ക്ഷമിക്കണേ, തെറ്റുകൾ വന്നുപോയി, ഒരു പ്രാവശ്യം കൂടെ നിന്റെ ശക്തി എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് ശക്തി കൊടുത്തു. ശക്തി കൊടുത്തപ്പോൾ ശിംശോൻ, ദൈവമേ ഈ ഫെലിസ്ത്യരെ എല്ലാം കൊല്ലാൻ തക്കോണം എനിക്ക് ശക്തി തരണമേ, ഇവരെല്ലാം ചാകട്ടെ, ഞാൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നടന്നേനെ. ഇത് അവൻ പറഞ്ഞത്, ഫെലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ എന്ന് പറഞ്ഞവൻ അതിന്റെ തൂണ് ശക്തിയായിട്ട് പുഷ് ചെയ്തു. അത് ക്ഷേത്രം മറിഞ്ഞു വീണ് അവനും നശിച്ചു പോകാൻ ഇടയായിത്തു. നമുക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠം ഇവിടെയുണ്ട്. ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന ദൈവമക്കൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നുണ്ട്. ദൈവിക ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഈ ശക്തി പ്രാപിച്ച ദൈവമക്കൾ, ഈ അത്യന്ത ശക്തി പ്രാപിച്ച ദൈവമക്കൾ വ്രതസ്ഥരായിരിക്കണം. നമ്മുടെ വ്രതം തെറ്റിക്കുന്ന യാതൊരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആയാൽ നമ്മുടെ വിരുദ് തെറ്റിപ്പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകയാൽ നമ്മുടെ വിരുദ് തെറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാൻ മുമ്പ് ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, മരണത്തിനടുത്ത പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപവുമുണ്ട്. ഇനിയും ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ചർച്ചിൽ വെച്ച് ഞാൻ ഇനിയും അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ പിന്നീട് ഓർപ്പിക്കാം. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളിലേക്ക് നമ്മൾ വഴുതിപ്പോയാൽ കുറെ കഴിയുമ്പോൾ വലിയ തെറ്റുകളിൽ ചെന്നുപെടും. നമ്മുടെ നിത്യത നമുക്ക് നഷ്ടമാകുവാൻ അത് കാരണമായി തീരും. ശിംശോനെ ദൈവം പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിച്ച വ്യക്തിയായിരുന്നു. ദൂതൻ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം അവൻ പോയിരുന്നെങ്കിൽ അവൻ വലിയ വിജയത്തിന് കാരണമായി തീർന്നേൻ. ദൈവദൂതന്റെ വാക്കുകൾ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പോയതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വലിയ പരാജയം സംഭവിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായ വലിയ പാഠങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 13, 14, 15, 16 അധ്യായങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. അവിടെ നിന്നും നിരവധി പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഇന്ന് സംസാരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ട വിഷയം ദൈവത്തിന്റെ ദൂതനുമായിട്ട് അഭിമുഖം എൻകൗണ്ടർ നടത്തിയ ആളുകളെ കുറിച്ചായിരുന്നു. അവർക്കുണ്ടായ വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെട്ടത്. ഇന്ന് അതിനുള്ള സമയം ഇനിയുമില്ല. എന്നാൽ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഗിദെയോനോട് ദൈവം സംസാരിക്കുന്ന ഭാഗമാണ് ഇന്ന് സംസാരിക്കാൻ യഥാർത്ഥത്തിൽ ഞാൻ താല്പര്യപ്പെട്ടത്. ശിംശോനെ കുറിച്ച് തന്നെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിയാതെ അങ്ങ്
പറഞ്ഞുപോയി. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ നടത്തിയതുകൊണ്ട് അങ്ങ് പറഞ്ഞുപോയി. ഗിദെയോന്റെ കാര്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് അതിന്റെ വാക്യം മാത്രം ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം മുതൽ വായിച്ച് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സസ് 11. അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രിയായ യോവാസിന്റെ കരിവേലത്തിൻ കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചാക്കിനരികെ മിതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. മതി നോക്കുക. ഇസ്രയേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ഇസ്രയേലിൽ നടത്തിപ്പുകാരില്ലായിരുന്നു. അതുകൊണ്ട് അവര് ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. അങ്ങനെ ദൈവം ഇസ്രയേൽ മക്കളെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 7 വർഷം മിദ്യാന്യർ അവരുടെ മേൽ വാണു. മിദ്യാന്യർ വന്ന് ഇവര് വിതയ്ക്കും, മിദ്യാന്യർ വന്ന് കൊയ്തുകൊണ്ട് പോകും. ഇവരുടെ ആടുമാളുകളുടെ എല്ലാം പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ മിദ്യാന്യരുടെ ശല്യം വളരെ രൂക്ഷമായപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകൻ വന്നിട്ട് ഇസ്രായേൽ മക്കളോട് ചില ദൂതുകൾ പറഞ്ഞു. പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ച് ആ ജാതികളെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നുവെന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്ത് അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അമ്മോന്യരുടെയും മോവാബ്യരുടെയും ദേവന്മാരെ ഭജിക്കുന്ന ധാരാളം ആളുകൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായി. അതുകൊണ്ട് ദൈവം അവരോട് കോപിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ശിക്ഷ അവരുടെ മേൽ വന്നപ്പോൾ അവരെ വിടുവിക്കുവാൻ ദൈവം ഒരാളെ നോക്കി നടക്കുകയാണ്. ദൈവത്തിന്റെ ദൂതനെ അയച്ചു. ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അബിയേസറിനായ യോവാശിന്റെ കരിവേലകത്തിന്റെ കീഴിൽ ഒരു ദൂതൻ വന്നിരിക്കുകയാണ്. ആ ദൂതൻ അവിടെ ഇരിക്കുമ്പോൾ യോവാശിന്റെ മകനായ ഗിദെയോൻ ധാന്യം മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് അവൻ ഗോതമ്പ് മെതിക്കുകയാണ്. ഒരു ഭയവുമില്ലാതെ മിദ്യാന്യരുടെ കയ്യിൽ അവന്റെ ധാന്യം അകപ്പെട്ടു പോകാതെ അത് മെതിച്ചെടുക്കുകയാണ്. അത്ര ധൈര്യശാലിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോടുകൂടെ ഉണ്ട്. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമയം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ആഴ്ച അതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം. നാം ധൈര്യശാലികളായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ ദൈവം നമ്മളെ പരാക്രമശാലികളാക്കും. നമ്മൾ കഴിവുകെട്ടവരായിരിക്കാം, ആരോഗ്യമില്ലായിരിക്കാം, നമുക്ക് ശക്തിയില്ലായിരിക്കാം, പക്ഷെ നമ്മെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ ദൂതന് ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ നമ്മുടെ ഭാവം മാറും. നമ്മൾ പരാക്രമശാലികളാകും. നമ്മൾ ദൈവത്തിന്റെ മൈറ്റി മേനായിട്ട് മാറും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മശക്തി പ്രാപിച്ച് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.